വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി കണ്ടോ, ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. തലേ ദിവസം കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന കുത്തരിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. തലേ ദിവസം രാത്രി കിടക്കാൻ നേരത്താണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതിനുശേഷം അത് വാരി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ ഞാൻ വാർത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയായിരുന്നു വെള്ളത്തിലിട്ട് കുതിർത്തത്. അതാണ് ഞാൻ ഇങ്ങനെ വാരി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിരിക്കുന്നത്. ഇനിയാണ് നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് പൊടിച്ചെടുത്തത്. ഈ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാനിത് കുറേശ്ശെയായിട്ടിത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൊടിച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇതിങ്ങനെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. കുഴക്കട്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഇടിയപ്പം അതുപോലുള്ള നൈസായിട്ടുള്ള പൊടി വേണ്ട. ഇതുപോലെ കുറച്ച് തരങ്ങായിട്ടുള്ള ഒരു പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ബാക്കി ഇരിക്കുന്ന അരിയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. വേണ്ടത് നമുക്ക് തേങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു തരങ്ങുള്ള രീതിയിൽ തന്നെയാണ്. ഒരുപാടങ്ങ് പൊടിക്കണം. പുട്ടിൻ്റെ പൊടിയില്ലേ, ആ പൊടിയുടെ അത്രയും ഒക്കെ പൊടിയുടെ ആവശ്യമുള്ളൂ. അത്രയും പൊടിഞ്ഞാൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിയുടെ അകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് മുഴുവനും ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് കുഴക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ കൂടുതലെടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുഴക്കട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണേ. സ്വല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യം വരും. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആദ്യം നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഈ അരിപ്പൊടിക്കകത്തോട്ട് ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. തേങ്ങയിലെ വെള്ളവും പിന്നെ ഈ അരി നമ്മളിപ്പോൾ തന്നെയാണല്ലോ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ വെള്ളമായി ഇതിനകത്ത് ഉണ്ടാവും. എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഞാൻ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ടങ്ങ് എന്താ പറയുക, ഉരുട്ടാൻ പറ്റുന്നില്ല. ഒരു പുട്ടിൻ്റെ നനവിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് ചെറിയ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല പച്ചവെള്ളമല്ല, ഇളം ചൂടുവെള്ളം. അതും കൂടെ കുറച്ച് ആവശ്യത്തിനേ ഒഴിക്കാവുള്ളൂ. നമ്മൾ എപ്പോഴും നോക്കിയിട്ട് വേണം അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മളിതൊന്ന് കുഴച്ച് നോക്കണം. കുഴച്ച് നോക്കി നമ്മുടെ ആ ഉരുട്ടാനുള്ള കുഴക്കട്ടയ്ക്ക് നമ്മൾ ആ ഉരുട്ടി എടുക്കുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിത് വെള്ളം നിർത്തിയേക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു 1/2 ഗ്ലാസോളം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം പാകമായിരിക്കും. നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അന്നേരമാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കുഴക്കട്ടയ്ക്ക്. അപ്പോൾ ഇത് നന്നായി ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഉരുള പിടിക്കാനുള്ള പാകത്തിനാണ് ഇത് കുഴച്ചിരിക്കുന്നത്. നമുക്കിതുപോലെ ഓരോ ചെറിയ ഉരുളകളായിട്ട് കുഴക്കട്ടയുടെ വലിപ്പത്തിന് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ട ആ ഒരു വലിപ്പത്തിൽ നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നും ഇതുപോലുള്ള ഉരുളകളാക്കി എടുക്കാം. നല്ല സ്മെല്ലാണ്, അതായത് നല്ലൊരു മണമുണ്ട് ഇതിൽ നിന്ന്. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും തേങ്ങയും ഈ അരിക്കകത്ത് ചേർത്ത് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പം തന്നെ നല്ലൊരു ഈ കുഴക്കട്ടയുടെ സ്വാദ് അപ്പം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിത് മുഴുവനും ഓരോ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം. നമ്മളൊരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കുഴക്കട്ടകൾ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ കുഴക്കട്ടയാക്കി ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. നല്ല ഒരു ഷേപ്പിൽ തന്നെയാണ്, ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഈ കുഴക്കട്ട ഉരുട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമുക്കിനി തിളയ്ക്കുന്ന ഇഡ്ഡലി കുട്ടകത്തിൻ്റെ ചെമ്പിലോട്ട് മാറ്റാം. കുഴക്കട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി കുട്ടകത്തിൻ്റെ തട്ടിലോട്ട് മാറ്റാം. ഇത് മുഴുവനും ഈ ഒരു തട്ടിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റോളം വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ. നമ്മളിപ്പോൾ ഇത് അടച്ചിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഴക്കട്ടതേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കുഴക്കട്ട ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമുക്കിത് മുളക് ചമ്മന്തിയോ അതായത് തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ രുചിയാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ഡിന്നറിനും ഒക്കെ ഈ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നമുക്ക് ഒരു 2 ഗ്ലാസ് കുത്തരി ഉണ്ടെങ്കിൽ ഈ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ആവിയിൽ വേവിച്ചുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും നമസ്കാരം.